അപ്പൊ എങ്ങനെയാ നമ്മൾ തുടങ്ങാല്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണുണ്ടല്ലോ, ഇത് വെറുതെ കുഴിച്ചു പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചുമ്മാ പറമ്പിലെ കുഴിയല്ല, അങ്ങ് താഴെ ഭൂമിയുടെ നടുക്കണ്ടം വരെ. കേൾക്കുമ്പോ സിമ്പിൾ ആണല്ലേ, പക്ഷെ പരിപാടി വേറെ ലെവലാ. നമ്മുടെ പഴയ കാരണവന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ചില കഥകളുണ്ട്. ഭൂമിക്കടിയിൽ പാതാളം ഉണ്ടെന്നും അവിടെ മഹാബലിയും വാസുകിയും ഒക്കെ സെറ്റായി ഇരിപ്പെടുന്നൊക്കെ. ചിലർ പറയും അങ്ങ് താഴെ വലിയൊരു ലോകം തന്നെ ഉണ്ടെന്ന്. ആട്ടെ, ഈ പാതാള കഥ കേട്ട് കുഴിക്കാൻ ഇറങ്ങിയ മഹാബലിയെ കാണാൻ പറ്റുമോ? അതോ വല്ല ഇരുട്ടറിയിൽ ചെന്ന് മുട്ടോ? ഇതിന് സത്യാവസ്ഥ അറിയണ്ടേ നമുക്ക്. ഇനി നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശം നോക്കാം. നമ്മൾ കുഴിക്കാൻ തുടങ്ങിയാൽ ആദ്യം കാണുന്നത് ക്രസ്റ്റ് ആണ്. കഷ്ടിച്ച് ഒരു 30-40 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ സംഗതി മാറും. അവിടെ മാൻഡിൽ തുടങ്ങിയായി. അവിടെ പാറകളൊക്കെ ഉരുകി ഇങ്ങനെ തിളച്ചു മറിയാണ്. അതും കടന്ന് അങ്ങ് താഴെ പോയാലോ ഔട്ടർ കോറ്. ഇവിടെ ഫുൾ ലിക്വിഡ് അയണും നിക്കലുമാണ്. താപനില കേട്ടാൽ ഞെട്ടും. ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസാ. അതായത് സൂര്യന്റെ ഉപരിതലത്തിലെ അത്ര തന്നെ ചൂട്. അവസാനം അങ്ങ് നടുക്കെത്തുമ്പോഴോ ഇന്നർ കോറ്. അവിടെ ചൂട് കൂടുതലാണെങ്കിലും ഭയങ്കര പ്രഷർ കാരണം ആ സാധനം ഒരു സോളിഡ് ബോൾ പോലെയാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ ഈ കിടിലൻ കാന്തശക്തിയിലെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ്, അത് വരുന്നത് പോലും ഈ നടുക്കണ്ടത്തെ കറക്കം കാരണമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ മനുഷ്യര് ഇതുവരെ കുഴിച്ചത് വെറും 12 കിലോമീറ്റർ മാത്രമാണ്. റഷ്യയിലെ കോള സൂപ്പർ ഡിപ് ബോർഹോള് അത്രയും കുഴിച്ചപ്പോഴേക്കും മെഷീനൊക്കെ ചൂടായി അവർ പണി നിർത്തി. അപ്പൊ ഈ പറഞ്ഞ 6000 കിലോമീറ്റർ താഴെ ചെന്ന് പാതാളം കാണാന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ നിലയ്ക്ക് നടക്കാത്ത കേസാ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഭൂമിക്കടിയിൽ മഹാബലി ഉണ്ടോന്ന് വെച്ചാ ശാസ്ത്രത്തിന് അറിയില്ല. പക്ഷെ അവിടെ ഒരു ഭീകരൻ തീഗോളം ഉണ്ടെന്ന് സത്യാണ്. അപ്പൊ എങ്ങനെയാ, കുഴിക്കാറിങ്ങാണോ? വേണ്ട അല്ലേ? അതാ നല്ലത്. സംഗതി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോ ശരി എന്നാ.